എല്ലാ കൂട്ടുകാർക്കും ഓട്ടോമേഷൻ നിഞ്ചയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പോസ്റ്റ്മാനിൽ എങ്ങനെയാണ് ഡിഫറെൻറ്റ് എൻവയൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വേരിയബിൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അതിന് നമുക്ക് പോസ്റ്റ്മാൻ എങ്ങനെയാണ് പുതിയൊരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനുള്ളിൽ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം നമ്മൾ എൻവയൺമെൻറ്റ്സ് എന്നുള്ള ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ക്രിയേറ്റ് എൻവയൺമെൻറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ന്യൂ എൻവയൺമെൻറ്റ് എന്ന് പറഞ്ഞ് ഒരു ഡീഫോൾട്ട് നെയിം പോസ്റ്റ്മാൻ ഓട്ടോമാറ്റിക്കലി കൊടുക്കും. ആ പേര് നമുക്ക് നമ്മുടെ കളക്ഷന് അനുസൃതമായിട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഞാൻ എൻവയൺമെൻറ്റ് ഇടാൻ പോകുന്ന പേര് റിക്രസ് ക്യൂവേ ENV എന്നാണ്. അതിനുശേഷം ടാബിൻ്റെ വെളിയിൽ പോയി ക്ലിക്ക് ചെയ്യുമ്പോൾ എൻവയൺമെൻറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആവും. ഇനി വേറൊരു എൻവയൺമെൻറ്റ് കൂടെ ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. വീണ്ടും ക്രിയേറ്റ് എൻവയൺമെൻറ്റ് ക്ലിക്ക് ചെയ്യുക, പ്ലസ് ക്ലിക്ക് ചെയ്യുക. ഇത്തവണ എൻവയൺമെൻറ്റ് പേര് റിക്രസ് ക്യൂവേക്ക് പകരം ഇത്തവണ സ്റ്റേജ് ENV എന്ന് പറഞ്ഞ് ഒരു എൻവയൺമെൻറ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ശേഷം സേവ് ചെയ്യുന്നു. ഇങ്ങനെയാണ് പോസ്റ്റ്മാൻ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഏതൊക്കെ ടൈപ്സ് ഓഫ് വേരിയബിൾ ആണ് പോസ്റ്റ്മാൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ്. ഇതിനുവേണ്ടി ആദ്യമേ ഞാൻ എൻവയൺമെൻറ്റ് വേരിയബിൾ ആണ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. എൻവയൺമെൻറ്റ് വേരിയബിൾ എന്ന് പറയുമ്പോൾ എൻവയൺമെൻറ്റ് അകത്താണ് നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ കളക്ഷൻ എടുത്ത് നോക്കുവാണ്. അപ്പം ഈ കളക്ഷനകത്ത് എല്ലാ APIയുടെയും ബേസ് URL, അതായത് https://request.in/API എന്നുള്ള ആ പാർട്ട് എല്ലാ API റിക്വസ്റ്റിലും കോമൺ ആണ്. അപ്പം അത്രയും പാർട്ട് നമുക്കൊരു ബേസ് URL ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ബേസ് URL എന്ന വേരിയബിളിലേക്ക് ആ വാല്യൂ നമുക്ക് സേവ് ചെയ്യാം. അപ്പം എൻവയൺമെൻറ്റിൽ പോയ ശേഷം അതിന് മുമ്പ് നമുക്ക് ആ ബേസ് URL കോപ്പി ചെയ്യണം. https://request.in/API എന്നുള്ള അത്രയും പാർട്ട് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇത് കോപ്പി ചെയ്യുക. അതിനുശേഷം എൻവയൺമെൻറ്റിൽ പോവുക. ഏത് എൻവയൺമെൻറ്റിലാണോ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ആഡ് എ ന്യൂ വേരിയബിൾ എന്നവിടെ ആ വേരിയബിളിൻ്റെ നെയിം ക്രിയേറ്റ് ചെയ്യുക. base_URL എന്നാണ് ഞാൻ വേരിയബിൾ നെയിം കൊടുക്കുന്നത്. അതിനുശേഷം കറണ്ട് വാല്യൂ കൊടുക്കുക. എന്നിട്ട് സേവ് ചെയ്യുക. ഇതുപോലെ തന്നെ എൻവയൺമെൻറ്റിൽ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. base_URL സെയിം വേരിയബിൾ നെയിം ആണ് കൊടുത്തത്, പക്ഷേ വാല്യൂ ഞാൻ ഇച്ചിരി മാറ്റുവാണ്. ഇതൊരു സ്റ്റേജും ക്യൂയും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി stage.request.in.API എന്ന് ഞാൻ ചേഞ്ച് ചെയ്തു. അതിന് ശേഷം സേവ് ചെയ്തു. ഇനി നമുക്ക് ഈ കളക്ഷനിൽ ഈ എൻവയൺമെൻറ്റ് വേരിയബിൾ യൂസ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിനുവേണ്ടി നമ്മൾ ബേസ് URL എന്നുള്ള വേരിയബിൾ നമ്മൾ കോപ്പി ചെയ്ത ആ പാർട്ടിന് പകരം റീപ്ലേസ് ചെയ്യുക. അപ്പം വേരിയബിൾസ് യൂസ് ചെയ്യാൻ വേണ്ടി പോസ്റ്റ്മാൻ യൂസ് ചെയ്യുന്ന സിൻറ്റക്സ് എന്ന് പറഞ്ഞാൽ ഡബിൾ കേർലി ബ്രേസിൻ്റെ അകത്ത് വേരിയബിൾ നെയിം യൂസ് ചെയ്യുക എന്നുള്ളതാണ്. base_URL അങ്ങനെ ചേഞ്ച് വരുത്തിയ ശേഷം ഹോവർ ചെയ്യുമ്പോൾ അൺറിസോൾവ്ഡ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ കാണിക്കും. അത് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ എൻവയൺമെൻറ്റ് ടോപ്പ് റൈറ്റ് കോർണർ ചൂസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യുക, റിക്വസ്റ്റ് ടു എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യുക. ചൂസ് ചെയ്ത ശേഷം വീണ്ടും ഹോവർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എൻവയൺമെൻറ്റ് എന്നുള്ള ഒരു ഗ്രീൻ ഐക്കൺ കാണാം. ബേസ് URL അതൊരു എൻവയൺമെൻറ്റ് വേരിയബിൾ ആണെന്നാണ് അത് ആ എന്നുള്ള ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത്. അതിനുശേഷം സേവ് ചെയ്യുക. അതിനുശേഷം നോർമൽ ചെയ്ത പോലെ തന്നെ റിക്വസ്റ്റ് സെൻഡ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് എന്താ റെസ്പോൺസ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മൾട്ടിപ്പിൾ എൻവയൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം വേരിയബിൾ നെയിം യൂസ് ചെയ്താലുള്ള ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൽ ടൈമിൽ നമുക്ക് API ഡെവലപ്പേഴ്സ് തരുമ്പോൾ
പല എൻവയൺമെൻറ്റ്സിൽ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമുക്ക് എൻവയൺമെൻറ്റ് സ്വിച്ച് ചെയ്യുന്നതനുസരിച്ച് വേരിയബിളിൻ്റെ വാല്യൂ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ റിഫ്ലക്റ്റ് ആവും. ൻ്റെ ബേസ് URLൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്ലക്റ്റ് ആവും. അപ്പം നമുക്ക് മിനിമം ചേഞ്ചസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്പിൾ എൻവയൺമെൻറ്റ്സ് ടെസ്റ്റ് ചെയ്യുക പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഈ എൻവയൺമെൻറ്റ് സ്റ്റേജ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ സ്റ്റേജിൻ്റെ വാല്യൂ ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ കറണ്ട് വാല്യൂ എന്നതിനകത്ത് HTTPS സ്റ്റേജ് request.in എന്നുള്ളത് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ എൻവയൺമെൻറ്റിൽ ഒരേ കളക്ഷൻ വെച്ച് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് എൻ്റെ ഒരു പ്രാക്ടിക്കൽ യൂസേജ്. അപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് കളക്ഷൻ ആയിട്ട് ഉണ്ടാകുന്ന പകരം മൾട്ടിപ്പിൾ എൻവയൺമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്തിട്ട് സെയിം വേരിയബിൾ നെയിമിൽ ബേസ് URL ക്രിയേറ്റ് ചെയ്യുക. അപ്പം സ്റ്റേജ് ടെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റേജ് എന്നുള്ള എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യുക. QA ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ QA സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ QA വേണ്ടി സെലക്ട് ചെയ്തു. എന്നിട്ട് ഈ ചേഞ്ച് ബാക്കി എല്ലാ റിക്വസ്റ്റുകളിലും വരുത്തുക. അപ്പോൾ base_URL എന്നുള്ള കേളി ബ്രേസിലുള്ള പാർട്ട് എല്ലാ URLലും ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. എന്നിട്ട് സേവ് ചെയ്യുന്നു. പുട്ട് റിക്വസ്റ്റിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. പാച്ച് റിക്വസ്റ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഡിലീറ്റിൽ അപ്ഡേറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. ഇനി ഈ എല്ലാ റിക്വസ്റ്റും വേരിയബിൾ ആയിട്ട് ബേസ് URL വാല്യൂ വേരിയബിൾ യൂസ് ചെയ്ത ശേഷം ഇത് വർക്ക് ആകുന്നുണ്ടോ നമുക്ക് നോക്കാം. ഞാൻ എല്ലാ ടാബും ക്ലോസ് ചെയ്യുകയാണ്. അതിന് ഓരോന്ന് എടുത്ത് സെൻഡ് ചെയ്യാൻ പോവാണ്. ഗെറ്റ് റിക്വസ്റ്റ് വർക്കായിട്ടുണ്ട്. പോസ്റ്റ് എടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. പോസ്റ്റ് വർക്കായിട്ടുണ്ട്. ഈ പുട്ട് റിക്വസ്റ്റ് എടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. പുട്ട് റിക്വസ്റ്റും വർക്കായി. ഇനി പാച്ച് റിക്വസ്റ്റ് എടുക്കുന്നു, പാച്ച് റിക്വസ്റ്റും വർക്കായി. ഇനി ഡിലീറ്റ് റിക്വസ്റ്റ് എടുക്കുന്നു, സെൻഡ് ചെയ്യുന്നു. ഡിലീറ്റ് റിക്വസ്റ്റും വർക്കായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. എൻവയൺമെൻറ്റിൽ ക്രിയേറ്റ് ചെയ്ത വേരിയബിൾസ് നമ്മുടെ കളക്ഷനിലേക്ക് യൂസ് ചെയ്യുന്നു. ഇനിയുള്ള ടൈപ്സ് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് ഗ്ലോബൽ വേരിയബിൾ ആണ്. പിന്നെയുള്ള ഒരു ടൈപ്പ് എന്ന് പറയുന്നത് കളക്ഷൻ വേരിയബിൾ ആണ്. അപ്പോൾ ഗ്ലോബൽ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എത്ര കളക്ഷൻ ഉണ്ടോ നമ്മുടെ ഈ വർക്ക് സ്പേസിൽ മൾട്ടിപ്പിൾ കളക്ഷന് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എൻവയൺമെൻറ്റും അങ്ങനെ മൾട്ടിപ്പിൾ കളക്ഷനിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെയുള്ളത് കളക്ഷൻ വേരിയബിൾ, അത് ലോക്കൽ വേരിയബിൾ ആയിട്ടാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് പോസ്റ്റ്മാൻ ഗ്ലോബൽ വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി ആദ്യം എൻവയൺമെൻറ്റ്സിൻ്റെ ടാബ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഗ്ലോബൽസ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ആ ടാബ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഒരു വേരിയബിൾ നെയിം നമ്മൾ കൊടുക്കുന്നു. സെയിം വേരിയബിൾ നെയിം തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ 3 എൻവയൺമെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഈസി ആയിട്ട് മനസ്സിലാവും. അതിനുവേണ്ടിയാണ് സെയിം വേരിയബിൾ നെയിം തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം കറണ്ട് വാല്യൂ നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ വാല്യൂ തന്നെ ഞാൻ കോപ്പി പേസ്റ്റ് ചെയ്യുകയാണ്. ഗ്ലോബൽസിൽ പോകുന്നു, കറണ്ട് വാല്യൂ ആയിട്ട് കൊടുക്കുന്നു, സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ വീണ്ടും കളക്ഷനിൽ പോയി ഏതെങ്കിലും റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴും വേരിയബിളിൻ്റെ വാല്യൂ വേരിയബിൾ base_URL എന്നുള്ള വേരിയബിൾ എൻവയൺമെൻറ്റ് വേരിയബിൾ ആയിട്ടാണ് കാണിക്കുന്നത്. അത് ഗ്ലോബൽ ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത base_URLൻ്റെ വാല്യൂ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ എൻവയൺമെൻറ്റ് എന്നുള്ളത് മാറ്റി നോ എൻവയൺമെൻറ്റ് ആക്കണം. അതിനുശേഷം വീണ്ടും ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂ കളറിൽ G എന്നൊരു ലെറ്റർ ഡിനോട്ട് ചെയ്തേക്കുന്നതാണ്. G എന്ന് ഡിനോട്ട് ചെയ്യുന്നത് ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ടാണ്. അപ്പം base_URL എന്നുള്ള വേരിയബിൾ ഇപ്പോൾ ഒരു ഗ്ലോബൽ വേരിയബിൾ ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ ഇവിടെ വന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലോബൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം എൻവയൺമെൻറ്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴും പ്രിഫറൻസ് സെയിം വേരിയബിൾ ഗ്ലോബലിലും എൻവയൺമെൻറ്റ് വേരിയബിളും ഉണ്ടെങ്കിൽ എൻവയൺമെൻറ്റ് ചൂസ് ചെയ്തെങ്കിൽ എൻവയൺമെൻറ്റ് വേരിയബിളിനായിരിക്കും പ്രിഫറൻസ്. എൻവയൺമെൻറ്റ് ചൂസ് ചെയ്യാത്ത സമയത്ത് മാത്രമേ ഗ്ലോബൽ വേരിയബിളിന് പ്രിഫറൻസ് കിട്ടുള്ളൂ. ഇനിയുള്ള ഒരു ടൈപ്പ് ഓഫ് വേരിയബിൾ എന്ന് പറയുന്നത് കളക്ഷൻ വേരിയബിൾ ആണ്.
അതിനുവേണ്ടി കളക്ഷൻ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് കളക്ഷൻ എന്നുള്ള നേരെയുള്ള 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത ശേഷം അവിടെ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ 4ാമത്തെ ടാബ് വേരിയബിൾസ് എന്നൊരു ടാബ് ഉണ്ട്. അവിടെ ഞാൻ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുക. സെയിം വേരിയബിൾ നെയിം തന്നെയാണ് ഇത്തവണ യൂസ് ചെയ്യുന്നത്. ആ ഡിഫറൻസ് ഈസി മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാനത് തന്നെ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം സേവ് ചെയ്യുന്നു. ഇനി നമ്മൾ വീണ്ടും ആ റിക്വസ്റ്റിലേക്ക് പോകുന്നു. എൻവയോൺമെന്റ് നമ്മൾ ചൂസ് ചെയ്തിട്ടില്ല. ഇനി നമ്മൾ ഹോവർ ചെയ്യുമ്പോൾ ഈ base_uvalന്റെ വാല്യൂ വരാൻ പോകുന്ന കളക്ഷൻ വേരിയബിൾ ഇപ്പോൾ യെല്ലോ കളറിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഡിനോട്ട് ചെയ്യുന്ന ഇപ്പം base_uval എന്നുള്ള വേരിയബിൾ കളക്ഷൻ വേരിയബിൾ ആയിട്ട് മാറി. എൻവയോൺമെന്റ് ചൂസ് ചെയ്യാത്ത സമയത്ത് നോ എൻവയോൺമെന്റ് ആണ് പോസ്റ്റ്മാനിൽ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ ഗ്ലോബൽ വേരിയബിളിലും കളക്ഷൻ വേരിയബിൾ സെയിം വേരിയബിളിനെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കളക്ഷൻ വേരിയബിളിൽ ആഡ് ചെയ്താക്കുന്നതായിരിക്കും പ്രിഫറൻസ്. കളക്ഷൻ വേരിയബിളിൽ ഇതേ വേരിയബിൾ ഇല്ലെങ്കിൽ മാത്രമേ ഗ്ലോബലിൽ ഉള്ള വേരിയബിളിൻ്റെ വാല്യൂ ഇവിടെ കാണിക്കുകയുള്ളൂ. എൻവയോൺമെന്റ് ആ ചൂസ് ചെയ്യുന്നെങ്കിൽ എപ്പോഴും പ്രിഫറൻസ് എൻവയോൺമെന്റ് തന്നെയായിരിക്കും. ഞാൻ വീണ്ടും റിക്വസ്റ്റ് ക്യൂവേ എൻവയോൺമെന്റ് എന്നുള്ള എൻവയോൺമെന്റ് ചൂസ് ചെയ്യുവാണ്. ഇങ്ങനെ ചൂസ് ചെയ്ത ശേഷം വീണ്ടും ഹോവർ ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും അത് എൻവയോൺമെന്റ് വേരിയബിൾ ആയിട്ട് മാറിയിരിക്കുന്നതാണ്. അപ്പം ഇങ്ങനെയാണ് പോസ്റ്റ്മാനിൽ എൻവയോൺമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന് പ്രാക്ടിക്കൽ യൂസേജ്. അതായത് മൾട്ടിപ്പിൾ എൻവയോൺമെന്റ്സ് സ്വിച്ച് ചെയ്ത് നമുക്ക് ഒരേ കളക്ഷൻ നിന്നുകൊണ്ട് തന്നെ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. വീണ്ടും വീണ്ടും പുതിയ പുതിയ കളക്ഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പകരം എൻവയോൺമെന്റ് ചേഞ്ച് ചെയ്യുക, അതിനുശേഷം നമുക്ക് API സെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേരിയബിൾസിൻ്റെ ഡിഫറൻസസ് ഈസി ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ മൾട്ടിപ്പിൾ എൻവയോൺമെന്റ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ഫ്രണ്ട്സ് സർക്കിളിൽ സർക്കുലേറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.